ഈസി ടേസ്റ്റ് ക്യൂസിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മളൊരു നാടൻ രുചികൾ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം നാടൻ രുചികളല്ല ശരിക്കും, ഇത് കുറച്ച് എന്താ പറയുക, ഉരുത്തിരിഞ്ഞു വന്ന ഒരു കൂട്ടുകറിയാണ്. ഇപ്പം പൈനാപ്പിൾ കൂട്ടുകറി, പൈനാപ്പിൾ മധുരം എന്നാണ് പറയണേ. അപ്പം അതിന് ഒബ്വിയസ്ലി പൈനാപ്പിൾ വേണം, പിന്നെ ചെറിയ മുന്തിരിങ്ങ വേണം. ഒരു മുന്തിരിങ്ങ എനിക്ക് എന്താ കുരു ഇല്ലാത്ത മുന്തിരിങ്ങ കിട്ടിയില്ല കേട്ടോ. കുരു ഉള്ള മുന്തിരിങ്ങ, കുരു ഇല്ലാത്തതാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അപ്പം ചെറിയ കുരു ഇല്ലാത്ത ഇങ്ങനെ ചെറിയ മുന്തിരിങ്ങ തന്നെ മതി ഈ കളറിൽ. അപ്പം അത് കുരുവില്ലാത്ത കിട്ടാത്തത് കൊണ്ട് ഞാൻ കുരു ഉള്ളത് എടുത്തേക്കണേ. പിന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ഇതിൽ പൈനാപ്പിൾ. എല്ലാം ഒന്നും ചെറുതായിട്ട് അരിഞ്ഞോണേ. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങ വേണം, തേങ്ങ ചിരകിയത് വേണം. തേങ്ങ ചിരകിയത് ഒരു കപ്പോളം, ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഒരു കപ്പായാലും കുഴപ്പമില്ല. പക്ഷേ ഈ തേങ്ങ ചിരകുമ്പം ചെറുതായിട്ട് ചിരകിയ തേങ്ങ വേണം. ഇനിയിപ്പോൾ ചെറുതായിട്ടല്ല, ചിലത് വലുതായിട്ട് വരില്ലേ, അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം, മിക്സിയിലും ജസ്റ്റ്, പക്ഷെ അങ്ങ് കുഴഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് അടിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ സവാളയും ഇതൊരു 1.5 സവാള ഉണ്ട് കേട്ടോ. ഒരു വലിയ സവാള, ഒരു ചെറിയ എൻ്റെ 1/2 സവാളയുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ കറിവേപ്പില, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി കേട്ടോ. ഇത്രയും നമുക്ക് വേണ്ട സാധനം. എല്ലാം ഒന്ന് കുനുകുനാന്നരിയില്ലേ, അതുപോലെ അരിയണം കേട്ടോ. പിന്നെ നമുക്ക് ഇത് വേണം, എന്താ ഇതിൽ ഞാൻ ഇടുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ ഇത് മതി, മുളക് പൊടിയാണെങ്കിലും വേണം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് ഇത് പെപ്പർ വേണം, പിന്നെ നമ്മുടെ ഗരം മസാല. പെപ്പർ നിങ്ങൾക്ക് എരി കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ പെപ്പർ ഒഴിവാക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ എടുക്കാണ്ടിരിക്കും നല്ലത്, നമ്മുടെ അല്ലാതെ സൺഫ്ലവർ ഓയിലോ, വെളിച്ചെണ്ണ ആകുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കും. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക്. സ്റ്റൗ കത്തിച്ചോട്ടെ. നമ്മുടെ സ്റ്റൗ കത്തിക്കുമ്പോഴേ, അതൊരു സാറ് പറയണ കേട്ടാണ്, എനിക്ക് ശരിയാണത്. സ്റ്റൗ കത്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പുറത്തുനിന്നല്ലേ കത്തിക്കുക, ഇവിടുന്നല്ല കത്തിക്കുന്നുണ്ട്, ഇവിടുന്ന്. അതൊരു കുറച്ചൊരു അകലം പാലിച്ചാണ് ഇവിടുന്ന്, പെട്ടെന്ന് കത്തുകയും ചെയ്യും. അതുപോലെ ഇവിടുന്ന് കത്തുമ്പോൾ ചിലപ്പോൾ ഫ്ലെയിം ഉള്ളിലേക്ക് പോകുമെന്നാണ് പറയണേ. അപ്പം നമുക്ക് സ്റ്റൗവിൽ കത്തിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ പോലെ ഒഴിക്കുക കേട്ടോ. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നേ. കാരണം നമ്മൾ എന്താ പറയുക, മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പച്ചമുളക് ഒന്ന് അതിൻ്റെ അല്ലിയുടെ ഏരിയയൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. ഇങ്ങനെ ആദ്യം ഇടുമ്പോഴത്തേനും അതിന് എരി കുറഞ്ഞ് നിൽക്കും. പച്ചമുളകിന് എരി നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, എരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാണ്ട് തന്നെ പെട്ടെന്ന് ഇട്ട് തന്നെ എടുക്കാം. പച്ചമുളക് മൂത്തിട്ടുണ്ട്, നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ചിടാവേ. കറിവേപ്പില സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. എന്തായാലും ഇനിയും നമ്മൾ കുറച്ചുകൂടി ഉപ്പിടേണ്ടി വരും. ഇപ്പം അത്യാവശ്യം ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ 1 ടീസ്പൂൺ ഉപ്പിടുന്നുള്ളൂ കേട്ടോ. ഉള്ളി അങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറം ആകണ്ട, എന്നാലും നല്ല ഒരു പിങ്ക് നിറത്തിലേക്ക് മാറില്ലേ, അങ്ങനെ മാറണം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് വഴണ്ട് വരണേ. ആ വഴണ്ട് വന്ന ശേഷം നമുക്ക് ബാക്കി സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു പിങ്കിഷ് കളറായിട്ടുണ്ട് നമ്മുടെ ഇത്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. 1/2 മതിയേ, കാരണം ഇതിന് എരിവ് അങ്ങനെ അധികമുള്ള ഡിഷ് അല്ലല്ലോ. ഇനി 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മതി. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. എരി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ കറിക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 to 1/2 അത് ഒരു കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കളർ വരാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കാശ്മീരി ചില്ലി തന്നെ ഫുള്ളാക്കാം. ഈ സമയത്ത് നമുക്ക് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നമ്മളിട്ട് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ഉള്ളിയൊക്കെ ഒന്ന് ചെറിയതായിട്ട് വഴണ്ട് നമ്മുടെ ഇട്ട വേറെ സ്പൈസസൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഉപ്പൊക്കെ പിടിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്.
പൈനാപ്പിളും കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചാൽ മതിയേ, ഒത്തിരി അങ്ങ് വലുതാക്കണ്ട. ഇതുപോലെ ഇതിന് വെള്ളമൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് ഇതിങ്ങനെ ആയിട്ട് നമുക്കൊന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറാൻ വിടാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചോണം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് ആവിയിലിരുന്ന് ആ പൈനാപ്പിൾ ഒന്ന് വെന്ത് വരാം. നമ്മൾ അരപ്പൊക്കെ ഇട്ടില്ലേ, അതുമായിട്ടൊന്ന് ചേർന്നൊന്ന് യോജിച്ച് വരും. 2-3 സെക്കൻഡ് മതി, വേറെ വെള്ളം ഒന്നും ഒഴിക്കണ്ട. അങ്ങനെ ഇരുന്ന് ആവിയിലിരുന്ന് വേകട്ടെ കേട്ടോ. അപ്പം കണ്ടോ, അത് സൈഡിലേക്ക് ഒന്ന് എണ്ണ തെളിഞ്ഞിങ്ങനെ ഒന്നായിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ ആ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിച്ച് അങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നൊരു സമയമുണ്ട്. ഈ സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതാണ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള മുന്തിരിങ്ങ നമ്മളിട്ട് ചേർത്തിട്ടുണ്ട്. ഈ മുന്തിരിങ്ങയും പൈനാപ്പിളും കൂടെ അല്ല എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതൊന്ന് യോജിച്ച് വരും. ഒന്ന് ആ മുന്തിരിങ്ങയുടെ സത്തൊക്കെ ഒന്ന് ഇറങ്ങണം, എന്നാലേ അതിൻ്റെ ഒരു. അപ്പം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് അടച്ച് വെക്കുക. നമ്മുടെ പൈനാപ്പിളും മുന്തിരിയും എല്ലാം ആവി കയറാൻ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് അതൊന്ന് കുഴഞ്ഞ് പരുവായിട്ടുണ്ട്. ഈ സമയത്തിൽ നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു, ആ തേങ്ങ ഇട്ട് കൊടുക്കണം. പൊടിയായിട്ട് ചിരവിയ തേങ്ങ വേണം ഇടാം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും. ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ലേശം കുറവുള്ള ഞാനൊരു 1/4 ടീസ്പൂണില്ല കുറച്ച് ഉപ്പൊന്ന് ചേർത്തിട്ടുണ്ടായിരുന്നേ. പൈനാപ്പിൾ മുന്തിരി മധുരം റെഡിയാണ്. കൂട്ടുകറി കേട്ടോ അത് ബേസിക്കലി. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ മീൻസ് നമ്മുടെ എരിവൊക്കെ, അതായത് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉപയോഗിച്ചില്ലേ, അതൊന്നും നിങ്ങൾക്ക് വേണം, അതെല്ലാം ഓപ്ഷണൽ മാത്രമാണ്. വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ അതുപോലെ ഈ തേങ്ങയുടെ മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഉപയോഗിക്കണമെന്നില്ല. തേങ്ങയുടെ അളവും നിങ്ങൾക്ക് ക്രമപ്പെടുത്താം. എല്ലാം ഞാൻ എപ്പോഴും പറയേണ്ട പാചകത്തിലെല്ലാം നമ്മുടെ അളവുകളാണ്. നമ്മുടെ ഇതനുസരിച്ച്, നമ്മുടെ എരിവ്, നമ്മുടെ രുചി അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റാം. അത് എന്തൊക്കെ ചേർക്കുന്നു എന്ന് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത വീഡിയോസ് കാണുകയും വേണം. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.